നമസ്കാരം. പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 1/7/2026 നടത്തിയ LGS പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളും അവയുടെ സോഴ്സുകളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പം ഞാനൊരു കാര്യം പറയാം. ഈ ചോദ്യപേപ്പറിലെ 1 മുതൽ 7 വരെയുള്ള എന്താണ് എല്ലാ ക്വസ്റ്റ്യൻസുകളും വന്നിട്ടുള്ളത് നമ്മുടെ 10ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ 2ാം ഭാഗത്തിലെ പാഠഭാഗമായ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം അതുപോലെ തന്നെ 6ാം ചാപ്റ്ററാണ് 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ഭാഗം 2 ചാപ്റ്റർ 6. അതുപോലെ വന്നിട്ടുള്ളത് നമ്മുടെ ചാപ്റ്റർ 7 ഏതാണ്? ചാപ്റ്റർ 7 സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം അതുപോലെ തന്നെ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്നീ 3 പാഠഭാഗങ്ങളിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇനി PSC പരീക്ഷ, LGS അതുപോലെ തന്നെ പ്രിലിംസ് പരീക്ഷകൾക്ക് പോകുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഈ 3 പാഠഭാഗങ്ങളും എന്താക്കണം? നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. അപ്പം ആ പാഠഭാഗത്തിൻ്റെ പേരുകൾ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, എങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി പറ്റുക? നമ്മൾ PSC ഒരു ഉദ്യോഗാർത്ഥി എല്ലാ ക്വസ്റ്റ്യൻസുകളും എല്ലാ വർഷങ്ങളും ഓർത്തിരിക്കണമെന്നില്ല. എന്നിരുന്നാലും നിങ്ങൾക്കറിയുന്ന അറിവുകൾ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് കണ്ടെത്താം, ഉത്തരത്തിലേക്ക് പോകാം എന്നൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ബ്രിട്ടീഷ് ഗവൺമെൻറ് റൗലറ്റ് നിയമം പാസ്സാക്കിയ വർഷം നമുക്കെല്ലാവർക്കും അറിയാം. ഈ താഴെ കാണിക്കുന്ന സംഭവങ്ങളെ കാലഗണന ക്രമം അനുസരിച്ച് ക്രമീകരിക്കുക എന്നതാണ് ചോദ്യം. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ റൗലറ്റ് നിയമങ്ങൾ പാസ്സാക്കിയ വർഷം എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 1919 ബ്രിട്ടീഷ് ഗവൺമെൻറ് റൗലറ്റ് നിയമങ്ങൾ പാസ്സാക്കിയത്. ഇനി ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ചത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ്. നമുക്കറിയാം ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ചത് ആരൊക്കെയാണ്? ലാലാ ഹർദയാലും സോഹൻ സിംഗ് ബക്ന എന്നിവർ ചേർന്നാണ് ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ചത് നമുക്കറിയാം. അപ്പം ആരൊക്കെ ചേർന്നാണ്? ലാലാ ഹർദയാൽ, സോഹൻ സിംഗ് ബക്ന എന്നിവർ ചേർന്നാണ് ആ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്. ചിലപ്പോൾ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ച വർഷം നിങ്ങൾക്ക് മറന്നുപോകും. എങ്കിലും നമുക്ക് പ്രശ്നമില്ല. നമുക്ക് ഉത്തരത്തിലേക്ക് എങ്ങനെ കണ്ടെത്താം, ഉത്തരത്തിലേക്ക് എങ്ങനെ പോകാം നോക്കാം. ഇനി ആനി ബസന്റും ബാലഗംഗാധര തിലകനും നേതൃത്വത്തിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. നമുക്കറിയാം ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആരൊക്കെ ചേർന്നാണ്? ബാലഗംഗാധര തിലകനും ആനി ബസന്റും ചേർന്നിട്ടാണ് അല്ലേ. ഇനി ഈ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ വർഷം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതും കുഴപ്പമില്ല. നമുക്ക് ഉത്തരത്തിലേക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. ഇതൊക്കെ ഏത് പാഠഭാഗത്തിലുണ്ട് മക്കളെ? ഏത് പാഠഭാഗത്തിലുണ്ട്? നമ്മുടെ 10ാം ക്ലാസ്സിലെ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്ന ആ പാഠഭാഗത്തിൻ്റെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന കഴിഞ്ഞ ഫയർമാൻ ഡ്രൈവറുടെ പരീക്ഷയിലും ദുഗ്ഗിരാല ഗോപാലകൃഷ്ണ, അന്താരത്ന അറിയപ്പെടുന്ന ദുഗ്ഗിരാല ഗോപാലകൃഷ്ണ ഏതാണ് ഈ പാഠഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. പുതിയ SCRTയിലെ ചോദ്യമായിരുന്നു. ഇനി ചിരാല പെരാല അതുപോലെ തന്നെ ഹസ്തകലയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ ഇനി വരുന്ന ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആ പാഠഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണ് ഹസ്തകലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കമലാദേവി ചതോപാധ്യായ. അതും ഇനി വരുന്ന പരീക്ഷ ചോദിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ചോദ്യമാണ്. അപ്പം നമ്മൾ വ്യതിചലിക്കുന്നില്ല. ആ പാഠഭാഗത്ത് നിന്നും പഠിച്ചിട്ട് എന്താക്കുക? നിങ്ങൾ പോയിന്റ്സുകൾ എടുത്തെഴുതി റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ CR ദാസും മോത്തിലാൽ നെഹ്റുവും സ്വരാജ് പാർട്ടി രൂപീകരിച്ച വർഷം നമുക്കറിയാം 1923 ജനുവരി 1-നാണ്. 1923 ജനുവരി 1-നാണ്. നമ്മൾ നോക്കിയേ. അപ്പോൾ നമുക്ക് എയും ഡിയും മാത്രമേ അറിയുന്നുള്ളൂ എങ്കിൽ പോലും നമുക്ക് ഉത്തരത്തിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണ്? 1919 ഏത് ബ്രിട്ടീഷ് ഗവൺമെൻറ് റൗലറ്റ് നിയമം പാസ്സാക്കിയത്. 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. എങ്കിൽ എ കഴിഞ്ഞിട്ടായിരിക്കില്ല ഡി. എ കഴിഞ്ഞ് ഡി വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത്തരത്തിലേക്ക് ഉത്തരത്തിലേക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടി സാധിക്കും. എങ്കിൽ നമുക്ക് നോക്കാം. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ആരൊക്കെ ചേർന്നാണ്? ലാലാ ഹർദയാലും സോഹൻ സിംഗ് ബക്ന എന്നിവർ ചേർന്നാണ്. ഈ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ച വർഷം പഠിക്കണം. 1913 ജൂലൈ 15-നാണ്. 1913
ജൂലൈ 15 എന്തിനാ രൂപീകരിച്ചത്? ഗദ്ദാർ പാർട്ടി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ രൂപീകരിച്ചു. ആരൊക്കെ ചേർന്നാണ്? ലാലാ ഹർദയാലും സോഹൻ സിംഗ് ബക്ന എന്നിവർ ചേർന്ന്. നമുക്കറിയാം ആനി ബസന്റും ബാലഗംഗാധര തിലകന്റെയും നേതൃത്വത്തിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു അല്ലേ? അതൊരു ചോദ്യമാണ്. ഏത് വർഷമാണ്? 1916 1916 ഏപ്രിലിൽ ബെൽഗാമിൽ ബാലഗംഗാധര തിലകൻ ഇന്ത്യൻ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചു. 1916 സെപ്റ്റംബറിൽ മദ്രാസിൽ ആനി ബസന്റ് ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചു. എങ്കിൽ ഒരു PSC ക്വസ്റ്റ്യൻ ആണ്, ആനി ബസന്റ് ഹോം റൂൾ ലീഗ് ആരംഭിച്ച എവിടെയാണ്? മദ്രാസിലാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച എവിടെയാണ്? മദ്രാസിലും. ബാലഗംഗാധര തിലക് ബെൽഗാമിലാണ് ഏത് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? അറിയാത്ത കൂട്ടുകാരി എടുത്തെഴുതി പഠിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, ഇനി വരുന്ന ദിവസങ്ങളിൽ കറണ്ട് അഫയേഴ്സും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കും. സമയത്തിൻ്റെ ഒരു പരിമിതികളുണ്ട്, അതുകൊണ്ടാണ് സമയം കിട്ടാത്തത് കൊണ്ടാണ് വീഡിയോസ് ഇടാത്തത്. ഓക്കെ, ഇനി ചുവടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നത് ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഗദ്ദാർ പാർട്ടി രൂപീകരിച്ച് നമ്മൾ പഠിച്ചു 1913 ജൂലൈ 15 അല്ലേ? ജൂലൈ 15 ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്. നമുക്ക് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്. ലാലാ ഹർദയാലും സോഹൻ സിംഗ് ബക്ന എന്നിവർ ചേർന്നാണ് ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചെന്ന് പഠിച്ചു. ഇനി ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് ആരെന്നറിയോ? ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കും ഇതൊക്കെ നമ്മുടെ ഏതിലുണ്ടാ? നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ ബുക്കിൽ പാഠഭാഗത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എടുത്ത് പഠിക്കണേ. അപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് ആരാണ് മക്കളെ? ജയപ്രകാശ് നാരായണനല്ല, പകരം ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ്. വർഷം വരെ നമ്മൾ SCRT-ലുണ്ട് 1939 ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് ആര്? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ്. നമുക്കറിയാം ആസാദ് ഹിന്ദ് യുഗാന്തർ പാർട്ടി ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായില്ല അല്ലേ? അപ്പം ആസാദ് ഹിന്ദ് ഫൗജ് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. യുഗാന്തർ പാർട്ടി രൂപീകരിച്ചതും എപ്പോഴാണ്? 1906 നമ്മുടെ ബംഗാൾ വിഭജനം കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം 1906 ഏപ്രിലാണ് യുഗാന്തർ പാർട്ടി രൂപീകരിച്ചത്. ആരൊക്കെ ഇതാണ്? ബരീന്ദ്രകുമാർ ഘോഷും ഭൂപേന്ദ്രനാഥ് ദത്ത ഭൂപേന്ദ്രനാഥ് ദത്തയും ചേർന്നാണ് യുഗാന്തർ പാർട്ടി രൂപീകരിച്ചത്. അപ്പം ചുവടെ കൊടുത്തിട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? നമ്മുടെ ഗദ്ദാർ പാർട്ടി A ഉണ്ട്, അതുപോലെ ആസാദ് ഹിന്ദ് ഫൗജ് അല്ലേ? ആസാദ് ഹിന്ദ് ഫൗജ് എയും ഡിയുമാണ് ഇതിലെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. എയും ഡിയും, അതായത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ട് ഉത്തരം വരുന്നത്. ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമാണ്. ശരിയാണോ? നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ശരിയായ പ്രസ്താവനയാണ്. നാഷണൽ ഹെറാൾഡ് ആരുടെ പത്രമാണ്? നെഹ്റുവിൻ്റെ പത്രമാണ്. ശരിയായ പ്രസ്താവനയാണ്. ഇതിൽ A ഉത്തരമായിട്ട് വരുന്ന ചോദ്യം ഏതൊക്കെയുണ്ട്? ഓപ്ഷൻ A ഉണ്ട്, ഓപ്ഷൻ B ഉണ്ട്. ഓപ്ഷൻ Aയും Bയും ഉണ്ട്. ഇനി നവജീവൻ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രമാണ്. നമുക്കറിയാം നവജീവൻ ആരുടെ പത്രമാണ്? നമ്മുടെ മഹാത്മാഗാന്ധിജി അല്ലേ? ഗാന്ധിജിയുടെ പത്രമാണ് നമ്മുടെ നവജീവൻ. അപ്പോൾ ഇന്ത്യൻ പത്രങ്ങൾ, നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തികളും അവർ സ്ഥാപിച്ച പത്രങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ആനി ബസിൻ്റെ പത്രമാണ്. ഇത് രണ്ടാമത്തെ പ്രസ്താവന B തെറ്റാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒന്നാമത്തെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ A അല്ല, പകരം ഏതാണ്? ഓപ്ഷൻ B ആണ് ശരിയായ ഉത്തരം. നമുക്ക് മനസ്സിലായില്ലേ? ഇനി ന്യൂ ഇന്ത്യയും കോമൺവെൽത്തും ആരുതാണ്? ആനി ബസന്റിതാണ്. സംവാദ് കൗമുദി ബങ്കിം ചന്ദ്ര ചറ്റർജി എഴുതല്ല, പകരം ആരുടെയാണ്? രാജാറാം മോഹൻ റോയുടെ ആണ് സംവാദ് കൗമുദി. കിട്ടിയില്ലേ? അപ്പോൾ നാഷണൽ ഹെറാൾഡ് ആരുടെ പത്രമാണ്? ജവഹർലാൽ നെഹ്റു. നമ്മുടെ നവജീവൻ ഗാന്ധിജിയാണ്
ആണ്. ന്യൂ ഇന്ത്യ എന്ന് പറയുന്നത് ന്യൂ ഇന്ത്യ. അതുപോലെ തന്നെ കോമൺവെൽത്ത് ഏതാണ്? ആനി ബസന്റ് ആണ്. നമ്മുടെ സമ്പാദ് കൗമുദി രാജാറാം മോഹൻ റോയ്. ഇത്രയും കിട്ടിയില്ലേ? ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മക്കയിൽ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് പറഞ്ഞത്. താഴെ തന്ന പ്രസ്താവനയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് നമുക്ക് പറഞ്ഞ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് നോക്കാം. 1ാമത്തെ പ്രസ്താവന പറയുന്നത് മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. മക്കയിൽ അല്ലേ, നമുക്കറിയാം നവംബർ 11 നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദ് ജനിച്ച വർഷം 1888 നവംബർ 11 മക്കയിലാണ് അല്ലേ, മക്കയിലാണ് നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദ് ജനിച്ചത്. നമുക്കറിയാം ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബ്ദുൽ കലാം ആസാദ് ജനിച്ച നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നു. ഓക്കെ അല്ലേ? യെസ്. ഇനി 1ാമത്തെ പ്രസ്താവന ശരിയാണ്. 1ാമത്തെ പ്രസ്താവന ശരിയാണ്. അപ്പം ഇതിന് വരും, നമുക്ക് എ വരില്ല അല്ലേ, ഇത് വരില്ല. അതുപോലെ ഇതും നമുക്ക് ക്യാൻസൽ ആക്കാം. ഇനി അൽ അമൽ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പത്രമാണ് എന്നാണ് പറഞ്ഞത്. ഇവിടെ PSC എന്താണ് തെറ്റ് പറ്റിയതാണെന്ന് തോന്നും. അൽ അമൽ അല്ലടാ, അൽ അമീൻ ആണേ. അപ്പം അൽ അമീൻ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പത്രമാണോ? അൽ അമീൻ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെ പത്രമാണ്. ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെ പത്രമാണ് അൽ അമീൻ. അപ്പം ഓപ്ഷൻ ബി വരും, നമുക്ക് എന്താക്കാം, കട്ട് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ ബി വരുന്നത്, അപ്പോൾ ഇടിയും ബി വരുന്നുണ്ട്, ഇടിയും ബി വരുന്നുണ്ട്. ഓക്കെ അല്ലേ? കിട്ടിയില്ല നമുക്ക്. യെസ്, ഇവിടെ ബി അല്ലേ, ഓപ്ഷൻ ബി ശരിയായി കിട്ടിയില്ല നമുക്ക്. ബി തെറ്റില്ലേ കിട്ടുന്നത്. അപ്പം ഓപ്ഷൻ ബി ആണ്, 4B ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. നമുക്കിതിൽ തന്നെ ഉത്തരം കണ്ടെത്തി അല്ലേ. ഇനി നമുക്ക് നോക്കാം ശരി ഉത്തരങ്ങൾ ഏതൊക്കെയാണ്, ശരിയാണോ നോക്കാം. മരണാന്തര ബഹുമതിയായി 1990 രാജ്യം ഭാരതരത്ന നൽകി ആദ്യത്തെ മൗലാന അബ്ദുൽ കലാം ആസാദിന് ഭാരതരത്ന ലഭിച്ച വർഷം എപ്പോഴാണ് മക്കളെ? 1992 എപ്പോഴാണ്? 1992 മരണാന്തര ബഹുമതിയായി ഭാരതരത്ന നൽകി ആദരിച്ചു. ഓക്കെ അല്ലേ? ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ കൃതിയാണ് ചോദിച്ചാൽ പറയണം, മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ കൃതിയാണ്. 1992 എന്ത് കൊടുത്തത്? ഭാരതരത്ന നൽകി ആദരിച്ചത്. മരണാന്തര ബഹുമതിയായിട്ടാണ്. 1888 നവംബർ 11 ആര് ജനിച്ചത്? നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദ് ജനിച്ചത്. നവംബർ 11 പ്രത്യേകത ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ ദിനം. ഇന്ത്യയുടെ അടുത്ത വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഒക്കെ PSC ചോദിച്ച ചോദ്യമാണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അഖിലേന്ത്യാ ഓൾ ഇന്ത്യ കിസാൻ സഭയും അതുപോലെ തന്നെ നാഷണൽ ആർമി, ഇന്ത്യൻ നാഷണൽ ആർമി, അതൊക്കെ നമ്മുടെ SCRTയിൽ നല്ല വെണ്ട കക്ഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി താഴെ കാണിച്ച സംഭവങ്ങളെ കാലഘടന അനുസരിച്ച് ക്രമീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഓൾ ഇന്ത്യ കിസാൻ സഭ രൂപീകരിച്ച വർഷം 1936 ഏപ്രിൽ 11 ഏപ്രിൽ 11 അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ച എവിടെയാണ്? ലക്നൌവിലാണ് അല്ലേ. ആദ്യത്തെ സെക്രട്ടറി NG രംഗ എന്നും ആദ്യത്തെ പ്രസിഡന്റ് സ്വാമി സഹജാനന്ദ സരസ്വതി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ SCRTയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ എഴുതി റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്ത വർഷം ചോദിച്ചാൽ പറയണം. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്ത വർഷം 1943 ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ. റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാവിക കലാപം നടത്തിയത് 1946
46 1946 ഫെബ്രുവരി 18 1946 ഫെബ്രുവരി 18 നാവിക കലാപം ആരംഭിച്ചത്. മുംബൈയിലെ തൽവാർ എന്ന കപ്പലിലാണ്. നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? MS ഖാനും മദൻ സിംഗ്, BC ദത്ത്, അതുപോലെ ഋഷിതേഷ് പുരി എന്നിവരൊക്കെയാണ് നമ്മുടെ നാവിക കലാപത്തിന് നേതൃത്വം നൽകിയത്. ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1930 നമ്മുടെ SCERT തന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താണ് നമ്മുടെ SCERTയിൽ നമ്മൾ ഓൾ ഇന്ത്യ കിസാൻ സഭ ഇതൊക്കെ നിങ്ങൾ റാങ്ക് ഫയലിൽ തപ്പുന്നുണ്ടാവും. അതിൽ കുറേ പഠിക്കാനുണ്ടാവും. അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, അത്രയും പഠിക്കേണ്ട ആവശ്യമില്ല. പകരം എന്താക്കാം, എന്താണ് ഒരു 5-6 പേജിലെ SCERT പാഠഭാഗത്ത് 10ാം ക്ലാസ് തറായിരിക്കണം കേട്ടോ. 10ാം ക്ലാസ്സിലേക്ക് ആ ബുക്ക് എടുത്ത് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? യെസ്. അപ്പം നമ്മൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ക്രമം കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാൽ ആദ്യം ഏത് വരും? D വരും. ഓപ്ഷൻ D വരും, പിന്നെ A വരും, പിന്നെ B വരും, പിന്നെ C. DABC. ശരിയായിട്ട് ഉത്തരം ഏതാണ്? ഓപ്ഷൻ D ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പോകാം. 2021 ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണെന്ന ചോദ്യം. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ് അല്ലേ? ആരും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഓപ്ഷൻ D, ഇവരാരുമല്ല എന്നാണ് ഉത്തരം. ഓക്കെ അല്ലേ? 2021 ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഇവരാരുമല്ല. ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒഴിഞ്ഞു കിടക്കുകയാണ് എന്ന് നമ്മൾ അറിവുണ്ടാകും. ഓക്കെ അല്ലേ? അപ്പോൾ പദവികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ ഏതൊക്കെയാണ്? ഈ ചോദ്യം വന്നിട്ടുള്ളത് എന്താണ്? നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന പാഠഭാഗത്തു നിന്നാണ്. എന്താണ് സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം? അതുപോലെ അതായത് 7ാമത്തെ ചാപ്റ്ററാണ്. 7ാമത്തെ ചാപ്റ്റർ 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ഭാഗം 2 എന്താണ്? സാമൂഹ്യശാസ്ത്രം 1 ആണ്. ചാപ്റ്റർ 7 എന്ന പാഠഭാഗത്തു നിന്നാണ് ഇതിൻ്റെ ചോദ്യം വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്നത് ഏതൊക്കെയാണ് മക്കളെ? യെസ്, ഓപ്ഷൻ D ആണ്. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശക്തിപ്പെടുത്തൽ, അതുപോലെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, അതുപോലെ ഏതാണ്? യെസ്, നമ്മുടെ സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം. ഇതൊക്കെയാണ് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ. അത് നമ്മൾ കൃത്യമായിട്ട് SCERTയിൽ അഭയാർത്ഥി പ്രവാഹം, അതുപോലെ തന്നെ ദാരിദ്ര്യം, അതൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് 9ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ കണ്ടെത്തുക. 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് എന്താണ്? ഓപ്ഷൻ B, ഗ്രാമീണ വികസനവും വികേന്ദ്രീകാസൂത്രണവും എന്നാണ്. ഗ്രാമീണ വികസനവും വികേന്ദ്രീകാസൂത്രണവുമാണ് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പഞ്ചവത്സര പദ്ധതികളും ലക്ഷ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. അതുപോലെ 9ാം പഞ്ചവത്സര പദ്ധതി കുടുംബശ്രീ ആരംഭിച്ചത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അല്ലേ? 9ാം പഞ്ചവത്സര പദ്ധതി. അപ്പം തൊഴിലുറപ്പാണെങ്കിലോ തൊഴിലുറപ്പ് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ കേരള മോഡൽ എന്നറിയപ്പെടുന്നത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. സ്ത്രീ ശാക്തീകരണം 9ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമാണ്. കുടുംബശ്രീ, ഗ്രാമവികസനം, ഇതൊക്കെ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ഇതാണ് ലക്ഷ്യങ്ങളാണ്. ഇനി മാനവശേഷി വികസനം ഏത് പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. മാനവശേഷി വികസനം 8ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമാണ് മാനവ വികസനം. ഇനി സ്ഥിരതയോട് കൂടിയ വളർച്ച സ്വാശ്രയത്വം 4ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമാണ് സ്ഥിരതയോട് കൂടിയ വളർച്ച സ്വാശ്രയത്വം. ഓക്കെ അല്ലേ? ദാരിദ്ര്യ നിർമ്മാർജ്ജനം 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി ആധുനികവൽക്കരണവും തൊഴിലവസരങ്ങളുടെ വർധനവും 7ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. ഇപ്പം പഞ്ചവത്സര പദ്ധതികളും അവയുടെ ലക്ഷ്യങ്ങൾ എന്താക്കണം? നിങ്ങൾ ഓർത്തിരിക്കണം. ഹരോൾഡ് ടോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 1ാം പഞ്ചവത്സര പദ്ധതി. മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് 2ാം പഞ്ചവത്സര പദ്ധതി. ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നത് 4ാം പഞ്ചവത്സര പദ്ധതി. DP ധർ
മോഡൽ എന്നറിയപ്പെടുന്നത് 5-ാം പഞ്ചവത്സര പദ്ധതി, ഗാന്ധിയൻ മോഡൽ എന്നറിയപ്പെടുന്നത് 6-ാം പഞ്ചവത്സര പദ്ധതി, റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് 8-ാം പഞ്ചവത്സര പദ്ധതി, കേരള മോഡൽ എന്നറിയപ്പെടുന്നത് 10-ാം പഞ്ചവത്സര പദ്ധതി, കേരള മോഡൽ എന്നറിയപ്പെടുന്നത് 10-ാം പഞ്ചവത്സര പദ്ധതി എന്ന കാര്യം കൂടി എന്താക്കണം, ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? പറയുന്ന കാര്യം മനസ്സിലാവുന്നില്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ കുറിച്ചുള്ള പ്രസ്താവന ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായം പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ശരിയായ പ്രസ്താവനയാണ് അല്ലേ? ശരിയായ പ്രസ്താവന. ദുർഗാപൂർ ഇരുമ്പ് ഉരുക്ക് വ്യവസായശാല പശ്ചിമ ബംഗാളിലാണ്. എ പ്രസ്താവന ശരിയാണ്. നമുക്ക് ഓപ്ഷനിലേക്ക് പോകാം. ഇവിടെ എ ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ എ എന്താണ്? എയും ഓപ്ഷൻ ഡിയുമാണ് അല്ലേ? ഇനി രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോയാലോ? ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല ഉത്തരാഖണ്ഡിലാണ്. അത് തെറ്റാണല്ലേ? ബൊക്കാറോ ജാർഖണ്ഡ്, റഷ്യയാണ്. ഇതിൽ ഓപ്ഷൻ ബി തെറ്റാണ്. അതുകൊണ്ട് നമുക്ക് എന്താകാം? ഇത് വരില്ല. ഇത് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി. എയും ഡി ആണ്. ഇനി ഭിലായ് ഛത്തീസ്ഗഡ്, റഷ്യ. ഭിലായ് ഛത്തീസ്ഗഡ്, റഷ്യ. അതുപോലെ റൂർക്കേല ഒഡീഷ, ജർമ്മനി എന്നിങ്ങനെയാണ് ശരിയായിട്ടുള്ള എന്താണ് നമ്മുടെ ഉരുമ്പുരുക്ക് വ്യവസായശാലകളും അതിൻ്റെ എന്താണ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും അവയ്ക്ക് എന്താണ് നമ്മുടെ ഇത് കൊടുത്തത് നമ്മുടെ സാമ്പത്തിക സഹായം കൊടുത്ത രാജ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി താഴെ തന്നിരിക്കുന്നതിന് തെറ്റായ പ്രസ്താവന കണ്ടെത്താണ് 10ാമത്തെ പ്രസ്താവന പറയുന്നത്. അപ്പം 1ാമത്തെ പ്രസ്താവന ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 20 എന്നാണ്. ശരിയാണോ? ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 20 ആണ്. ഇത് തെറ്റായ പ്രസ്താവനയാണല്ലേ? ഓഗസ്റ്റ് 20 അല്ല മക്കളെ, ഓഗസ്റ്റ് 20 അല്ല, ഓഗസ്റ്റ് 23-നാണ്. ഓഗസ്റ്റ് 23-നാണ്. അപ്പം നമ്മുടെ ഓഗസ്റ്റ് 23-നാണ് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പം ചാന്ദ്രയാൻ 3 വിജയകരമായിട്ട് ചന്ദ്രൻ ദക്ഷിണധ്രുവത്തിൽ ലാൻഡ് ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കാണ് ഓഗസ്റ്റ് 23 എന്താണ് നമ്മുടെ ബഹിരാകാശ ദിനമായി, ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. 2023 ഓഗസ്റ്റ് 23-നാണ്. ഇതും ഏത് പാഠഭാഗത്താണ്? SCERT ഭാഗത്തു നിന്നാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന ചാപ്റ്ററിലാണ് ബഹിരാകാശ ഗവേഷണം എന്ന ഭാഗത്ത് നിന്ന് PSC ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്, ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്, ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22-നും ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22-നും ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 ആണ് എന്ന കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി പഠിക്കുക. ഓക്കെ അല്ലേ? യെസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഇത് 1ാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പം തെറ്റായ പ്രസ്താവന കണ്ടെത്താണ് നമുക്ക് 10ാമത്തെ ചോദ്യം പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് 1970 ഏപ്രിൽ 19-നാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് 2 ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എന്താക്കാം? പഠിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് എന്ന് നമ്മൾ LGS പരീക്ഷയിൽ PSC ചോദിച്ചിട്ടുണ്ട്. ആര്യഭട്ടയാണ് ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹം. ഏതാണ്? ആര്യഭട്ട. ഓക്കെ അല്ലേ? യെസ്. ആര്യഭട്ട വിക്ഷേപിച്ചത് ഏപ്രിൽ 19-ന് തന്നെയാണ്. 1970-ലല്ല, 1975-ലാണ്. 1975 ഏപ്രിൽ 19-നാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയും തെറ്റാണ്. ഇവിടെ മംഗൾയാൻ 3ാമത്തെ പ്രസ്താവന നോക്കിയാലോ? മംഗൾയാൻ വിക്ഷേപിച്ചത് 2012-ൽ. മംഗൾയാൻ വിക്ഷേപിച്ചത് 2012-ലല്ല മക്കളെ, 2013 നവംബർ 5-നാണ്. 2013 നവംബർ 5-നാണ് മംഗൾയാൻ വിക്ഷേപിച്ചത്. ഇനി 3ാമത്തെ പ്രസ്താവനയും തെറ്റാണ്. ഇനി 4ാമത്തെ പ്രസ്താവന പോയാലോ? ആദിത്യ L1 വിക്ഷേപണ ദൗത്യം സൂര്യ ഗവേഷണത്തിന് ബഹിരാകാശ കാലാവസ്ഥ പഠനങ്ങൾക്കും വേണ്ടിയായിരുന്നു. അതാണ്. യെസ്. അത് എന്താണ്? അത് ശരിയായ പ്രസ്താവനയാണോ? 10ാമത്തത് ആദിത്യ L1 വിക്ഷേപിച്ചത് എന്താണ് മക്കളെ? ആദിത്യ L1 വിക്ഷേപിച്ചത് അതും ഇമ്പോർട്ടൻ്റ് ആണ്. 2023 സെപ്റ്റംബർ 2 നാളികേര ദിനത്തിലാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. ഈ ഡി എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവനയാണ്. അപ്പം എയും ബിയും സിയും മാത്രമാണ് ഇതിൻ്റെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. അപ്പം ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം വരിക.
ഓക്കെ അല്ലേ? ഇനി കിട്ടിയില്ലേ? യെസ്. ഇനി നമുക്ക് നേരെ 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ താഴെ പറയുന്നതിൽ സിംല എന്താണ് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന കണ്ടെത്താനായി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ സിംല കരാർ ഇന്ത്യ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. സിംല കരാർ ഏത് വർഷമാണെന്നും കൂടി ഓർത്തു വെക്കണേ. സിംല അത് ശരിയായ പ്രസ്താവനയാണ്. 1972 ജൂലൈ 2-നാണ്. ജൂലൈ 2, 1972 ജൂലൈ 2-നാണ് സിംല കരാർ അല്ലേ? സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ 2ാമത്തെ പ്രസ്താവന പറയുന്നത് കാർഗിൽ വിജയ ദിവസ് ജൂലൈ 16 ആണ് എന്നാണ്. ശരിയായ പ്രസ്താവനയാണോ? തെറ്റാണ്. ജൂലൈ മാസം തന്നെയാണ്. ജൂലൈ 16 അല്ലടാ, ജൂലൈ 26. നോക്കിയ PSC ഒരക്കം അങ്ങോട്ട് അല്ലെങ്കിൽ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ ചെയ്തിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം ശരി, 2ാമത്തത് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി തെറ്റായ പ്രസ്താവനയാണ്. ഇനി 3ാമത്തെ പ്രസ്താവന നോക്കിയാലോ? താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. നമുക്കറിയാം താഷ്കന്റ് കരാർ ഏത് വർഷമാണ്? താഷ്കന്റ് കരാറിൽ ഒപ്പിട്ടത് 1966-ലാണ്. 1966 ചോദ്യമാണ്. 1966-ലാണ്. അപ്പം 1966-ലാണ്. അപ്പം 1965 എന്താണ്? താഷ്കന്റ് കരാർ ഇന്ത്യ പാകിസ്ഥാനാണ്. ഒപ്പിട്ടത് ആരൊക്കെയാണ്? താഷ്കന്റ് ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനുമാണ് നമ്മുടെ താഷ്കന്റ് കരാറിൽ ഒപ്പിട്ടത്. അപ്പം 3ാമത്തെ പ്രസ്താവന ഓപ്ഷൻ സി എന്താണ്? ശരിയാണ്. അപ്പം എയും സിയുമാണ് ഇതിന് ശരിയായിട്ടുള്ള ഉത്തരവ്. നമുക്ക് മനസ്സിലായി ഓപ്ഷൻ ഡി എന്താണ്? തെറ്റാണ്. ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായത് 1970 അല്ലടാ, 1970 അല്ല, 1971-ലാണ്. 1971-ലാണ് എന്ന കാര്യം കൂടി നിങ്ങൾ ഇത് ചെയ്യണം, ഓർത്തിരിക്കണം. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മുടെ 12ാമത്തെ ക്വസ്റ്റ്യൻ 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറലായത് ആരാണ്? ആർ വെങ്കിട്ടരമണി. ഓപ്ഷൻ എ ആർ വെങ്കിട്ടരമണിയാണ്. PSC ഏറ്റവും കൂടുതൽ ചോദിച്ചാണ് അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ പറയണം 76 എത്രയാണ്? 76. 13ാമത്തെ ക്വസ്റ്റ്യൻ 2025 ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരെ ചോദിച്ചാൽ പറയണം? ഓപ്ഷൻ എ എന്താണ്? ഗ്യാനേഷ് കുമാറാണ്. ഏറ്റവും കൂടുതൽ 2026 നടത്തിയ പരീക്ഷകൾ PSC ഏറ്റവും കൂടുതൽ ആവർത്തിച്ച ചോദ്യം നമ്മുടെ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക. കഴിഞ്ഞ CPO പരീക്ഷയിൽ ചോദിച്ചത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട് എന്നാണ് CPO പരീക്ഷ ചോദിച്ചത്. ഈ കഴിഞ്ഞ മാസം ജൂലൈ മാസത്തിൽ നടത്തിയ CPO പരീക്ഷ ചോദിച്ചത്. അപ്പം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട് എന്ന് നിങ്ങൾ എന്താക്കണം? ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ? ഓപ്ഷൻ എ ഗ്യാനേഷ് കുമാറാണ്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന സ്വത്തവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത്. ഇന്ത്യൻ ഭരണഘടന സമത്വവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് ഏത് ചോദിച്ചാൽ പറയണം? ബഹുമതികളാണ് അല്ലേ? ബഹുമതികളാണ്. ഐത്തം 17. ഓക്കെ, അതും കൂടി ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആര് ചോദിച്ചാൽ പറയണം? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. എന്താണ്? ഭരണഘടന നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ആരാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. PSC ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ദിവസം 1946 ഡിസംബർ 13-നാണ്. എപ്പോഴാണ്? ഡിസംബർ 13-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് രൂപീകരിച്ചത് ഡിസംബർ 6-നാണെങ്കിലും എന്താണ്? ആദ്യ ഡിസംബർ 6-നാണ്. ഫസ്റ്റ് സമ്മേളനം നടന്നത് ഡിസംബർ 9-നാണെന്ന കാര്യം കൂടി എന്ത് ചെയ്യണം? നിങ്ങൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഇന്ത്യൻ ഏത് ഭരണഘടനയിൽ നിന്നാണ് കടന്നത്? മൗലിക അവകാശങ്ങൾ നമുക്കറിയാം. മൗലിക അവകാശങ്ങൾ യെസ്, അമേരിക്കയിലെ US ഭരണഘടന. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഇനി ഭരണഘടന ഏത് വകുപ്പിലാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക കടമകൾ ഓപ്ഷൻ ഡി 51. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് റഷ്യയിൽ നിന്നാണ്. കാര്യം കൂടി എന്താക്കുക? നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ സംസ്ഥാന കൺകർ ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുന്നത്? ലിസ്റ്റുകൾ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുന്നത് ചോദിച്ചാൽ പറയണം? 7ാം പട്ടികയിലാണ് അല്ലേ? 7ാം പട്ടിക.
ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭാഷകളെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത് 8 ആണ്. ഭാഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക എന്താണ്? ഭാഗം 8ഉം നമ്മുടെ ഭൂപരിഷ്കരണം 9, അതുപോലെ കൂറുമാറ്റ നിരോധനം 11, പഞ്ചായത്ത് രാജ് കൂറുമാറ്റം 10 ആണ്, കൂറുമാറ്റം 10, പഞ്ചായത്ത് രാജ് ഭാഗം 11നും നഗരപാലിക ഭാഗം 12. ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യമാണ്. നമ്മുടെ ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ചോദിച്ചാൽ പറയണം ഭാഗം 7. അതായിരുന്നു PSC ചോദിച്ചത്. ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 7, ഭാഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണെങ്കിൽ 8, 9 എന്താണ് മക്കളെ? 9 എന്ന് പറയുന്നത് ഭൂപരിഷ്കരണം, 10 കൂറുമാറ്റം, പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 11, 12 ആണ് ഏതിടാ? നഗരപാലിക. ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞു അറ്റോർണി ജനറൽ 76 ആണെന്ന് പറഞ്ഞു. അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 76 എന്ന് പറഞ്ഞു. അതുപോലെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകർ ലിസ്റ്റ് എന്നിവയെ കുറിച്ച് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 246 ആണെന്ന കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. യെസ്, ഓർത്ത് വെക്കുക 246. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ ആര്? നമ്മുടെ കേരള ഏറ്റവും കൂടുതൽ ചോദിച്ച മന്ത്രിമാരും വകുപ്പുകളും അതുപോലെ തന്നെ സ്പീക്കർ. ഇപ്പം പുതിയ നിയമസഭ നമ്മുടെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന പരീക്ഷയിൽ കൃത്യമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്നല്ല, തീർച്ചയായിട്ടും ചോദിക്കും. നിലവിലെ കേരള നിയമസഭയുടെ സ്പീക്കർ ആരും ചോദിച്ചാൽ പറയണം ഓപ്ഷൻ ബി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. 19 ഓപ്ഷൻ ബി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നമ്മുടെ ശരിയായിട്ട് ഉത്തരം. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവന ശരിയായ പ്രസ്താവന ഏതൊക്കെ ആണ് എന്നാണ് ചോദ്യം. ഇതിൽ ശരിയായിട്ട് ഉത്തരം ഏതാണ്? 1ഉം 2ഉം മാത്രമാണ്. ഓപ്ഷൻ ഡി 1ഉം 2ഉം മാത്രമാണ്. നമുക്കറിയാം ഏഷ്യാ ഭൂഖണ്ഡത്തിന്റെ തെക്ക് മധ്യഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം ഗുജറാത്ത്. തെറ്റായ പ്രസ്താവനയാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ ഭാഗ സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കുക. 21ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്ന നദി ഏത് ചോദിച്ചാൽ പറയുന്നത് നമുക്കറിയാം ഓപ്ഷൻ എ സിന്ധു നദി പതിക്കുന്നത് അറബിക്കടലിലാണ്. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശമാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി കിഴക്ക് അല്ലെങ്കിൽ 82 ഡിഗ്രി ഈസ്റ്റ് ആണ് എന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? എടുത്തെഴുതി പഠിക്കുക. ഓക്കെ. ഇനി 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത് എവിടെയായിരുന്നു എന്നാണ് ചോദ്യം. എവിടെയാണ്? നമ്മുടെ 23ാമത്തത് ഓപ്ഷൻ എ അലഹബാദ് മുതൽ നൈനി വരെയാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനും ചോദിച്ചാൽ പറയണം ഇതിൽ നമ്മുടെ എക്കൽ മണ്ണ്. ഓപ്ഷൻ ഡി എക്കൽ മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണ് എക്കൽ മണ്ണ്. കേരളത്തിലാണെങ്കിൽ ലാറ്ററൈറ്റ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് പറയും. ഇന്ത്യയിലാണ് ചോദിച്ചത്, അത് എക്കൽ മണ്ണാണ്. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി VD സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ചോദിച്ചാൽ പറയണം പറവൂറാണ്. ഇത് രണ്ട് റിപ്പീറ്റ് ചെയ്ത് എന്നാണ് ക്വസ്റ്റ്യൻ ആണ്. പറവൂറാണ്. എറണാകുളം ജില്ലയിലെ പറവൂറാണ്. 25 ഓപ്ഷൻ ബി. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആര് ചോദിച്ചാൽ പറയണം നമുക്കറിയാം മുരളീധരനാണ് ഇപ്പോഴത്തെ കേരള ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി എന്നറിയാം. ഇവിടെ ഓപ്ഷനിൽ വി മുരളീധരൻ തന്നിട്ടുണ്ട്, കെ മുരളീധരൻ തന്നിട്ടുണ്ട്. PSC ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷാ ഹാളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി PSC നടത്തിയ ഒരു നീക്കമായിരുന്നു. നമുക്ക് കൃത്യമായിട്ട് പഠിക്കുന്ന നമ്മുടെ കൂട്ടുകാർക്ക് നമുക്ക് അതിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. ഓപ്ഷൻ ഡി കെ മുരളീധരനാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം വരിക. 27ാമത്തെ ക്വസ്റ്റ്യൻ, മുഖ്യമന്ത്രി VD സതീശൻ പറവൂറാണല്ലേ, എറണാകുളം ജില്ലയിലെ പറവൂറാണ്. ഇനി താഴത്തെ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടങ്ങൾ ഓപ്ഷൻ എ എന്താണ്? മീൻവെല്ലം, തുഷാരഗിരി, സീതാർകുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടങ്ങൾ എന്ന ഒരു സീരീസ്. ഓക്കെ അല്ലേ? ഓപ്ഷൻ എ ഒന്നുമാണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് മീൻവെള്ളം വെള്ളച്ചാട്ടം പാലക്കാട് ജില്ലയിലാണ് അല്ലേ? പാലക്കാട്. ഇവിടെ തുഷാരഗിരി വെള്ളച്ചാട്ടം PSC ഏറ്റവും കൂടുതൽ ചോദ്യമാണ്. തുഷാരഗിരി വെള്ളച്ചാട്ടം കോഴിക്കോടാണ്. കോഴിക്കോട്. സീതാർകുണ്ട് വെള്ളച്ചാട്ടം എവിടെയാണെന്ന് ചോദിച്ചാൽ പറയണം. സീതാർകുണ്ട് വെള്ളച്ചാട്ടവും പാലക്കാടാണ്. ഓക്കെ അല്ലേ? ഇനി 29ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? 29ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ ഏതൊക്കെയാണ്? 100 കിലോമീറ്ററിൽ കൂടുതലുള്ള നദികൾ ഏതൊക്കെയാണ്? നമുക്കറിയാം ഭാരതപ്പുഴയുടെ നീളം ചോദിച്ചാൽ പറയണം 209 കിലോമീറ്റർ
ആണ് ഭാരതപ്പുഴയുടെ നീളം. ഇനി കടലുണ്ടി പുഴയുടെ നീളം എന്ന് ചോദിച്ചാൽ പറയണം 130 കിലോമീറ്റർ. വളപട്ടണം 110 കിലോമീറ്റർ. ചാലിയാറിൻ്റെ നീളം ചോദിച്ചാൽ പറയണം 169 കിലോമീറ്റർ. അപ്പം എല്ലാ ഈ നൽകിയിട്ടുള്ള 4 നദികളും എന്താണ് നമ്മുടെ 100 കിലോമീറ്ററിൽ കൂടുതലുള്ള നദികളാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഇനി കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം വഹിച്ചിട്ടുള്ളത് ആരൊക്കെയാണ് എന്നാണ് വഹിച്ചിട്ടുള്ള മലയാളികൾ ആരൊക്കെയാണ് എന്നാണ് ചോദ്യം. നമ്മുടെ AK ആന്റണി കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി ആയിട്ടുണ്ട്. അതുപോലെ VK കൃഷ്ണമേനോനും എന്താണ് നമ്മുടെ പ്രതിരോധ മന്ത്രി ആയിട്ടുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ 1 and 4 ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ, നാടുകാണി ചുരം ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ പറയണം നിലമ്പൂർ ഗൂഡല്ലൂർ. നാടുകാണി ചുരം നിലമ്പൂരിനെയും ഗൂഡല്ലൂരിനെയാണ് അല്ലേ. കീലേരി കുഞ്ഞിക്കണ്ണൻ സർക്കസ് ആണ്. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ചോദിച്ചാൽ പറയണം നമ്മുടെ സർക്കസ് ആണ്. സർക്കസ് ഓക്കെ അല്ലേ. ഇനി നമ്മുടെ ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ നിന്നും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എന്നാണ് ചോദ്യം. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ആണെന്ന് ചോദ്യം. നമുക്ക് നോക്കാം. ശരിയാണ്. മതികെട്ടാം ചോലയെ 2003 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. അത് ശരിയായ പ്രസ്താവനയാണ്. ബ്ലാക്ക് ബുൾബുൾ പക്ഷിയെ സൈലന്റ് വാലിയിൽ കാണാം. ഇത് കുറച്ചൊരു ടഫുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതും ശരിയായ പ്രസ്താവനയാണ്. ട്രിഫേണിനെ ആനമുടിച്ചോളിൽ കാണാം. അത് ശരിയായ പ്രസ്താവനയാണ്. സൈലന്റ് വാലി ഒരു സംരക്ഷണം ഏറ്റെടുത്ത സംഘടനയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പം ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം 1, 2, 3, 4 വരുന്നത് ഏതാണ് മക്കളെ? അത് 33 ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ, ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളി ആര് ചോദിച്ചാൽ പറയണം AK ബാലസുബ്രഹ്മണ്യൻ. ഓപ്ഷൻ സി AK ബാലസുബ്രഹ്മണ്യൻ ആണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. യെസ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ വിമാനത്താവളം ചോദിച്ചാൽ പറയണം അത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ആണ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. 36ാമത്തെ ക്വസ്റ്റ്യൻ, കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് എന്നാണ്? കുടുംബശ്രീ പദ്ധതി നമുക്കറിയാം. കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി നമ്മൾ പഠിച്ചു. 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കുടുംബശ്രീ ആരംഭിച്ചത്. കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ പറയണം 1998 മെയ് 17 1998 മെയ് 17 കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത്. കടൽത്തീരത്തിന്റെ നീളം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചാൽ പറയണം ഇതാ ഓപ്ഷൻ ഡി കൊല്ലമാണ്. ഓപ്ഷൻ ഡി കൊല്ലം. ഇനി അടുത്തിടെ ഡോക്ടർ സൈറസ് പുനവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിന്റിംഗ് ഏതാണ് ചോദിച്ചാൽ പറയണം ഓപ്ഷൻ സി യശോദയും കൃഷ്ണൻ. ഏറ്റവും കൂടുതൽ വിലയ്ക്ക് വിറ്റുപോയ ചിത്രമാണ് യശോദയും കൃഷ്ണൻ. നമ്മൾ കറണ്ട് അഫയേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. അടുത്തിടെ ഡോക്ടർ സൈറസ് പുനവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിന്റിംഗ് ആണ് യശോദയും കൃഷ്ണനും. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. നമുക്കറിയാം വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. ഇനി ശ്രീരംഗപട്ടണം സന്ധി ഏത് വർഷമാണ്? ശ്രീരംഗപട്ടണം സന്ധി ചോദിച്ചാൽ പറയണം 1792 മാർച്ച് 18 1792 മാർച്ച് 18 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചത്. ഇനി ഈ ചോദ്യം, കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരെ ചോദിച്ചാൽ പറയണം? തെക്കേ ഇന്ത്യയിലെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാണ് മക്കളെ യെസ് വൈകുണ്ഠസ്വാമി അല്ലേ. ഈ ചോദ്യങ്ങളൊക്കെ വന്നത് SCERT ഏത് പാഠഭാഗത്തു നിന്നാണെന്ന് അറിയോ? നമ്മുടെ സാമൂഹ്യശാസ്ത്രം 8ാം ക്ലാസ്സിൻ്റെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ഭാഗം 2 ചാപ്റ്റർ 8 ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന പാഠഭാഗമാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാഠഭാഗങ്ങൾ നമ്മൾ ഈ ചോദ്യഭാഗങ്ങൾ ഈ പേപ്പർ വന്നിട്ടുള്ള ചോദ്യഭാഗം നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അത് കൃത്യമായിട്ട് നിങ്ങൾ എന്താക്കണം, പഠിച്ചു വെച്ച് പോകണം. എന്താണ് ശ്രീരംഗപട്ടണം ഉടമ്പടി എന്നറിയോ? ശ്രീരംഗപട്ടണം സന്ധി എന്താണ്? ശ്രീരംഗപട്ടണം സന്ധി 3ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ മൈസൂർ പരാജയപ്പെട്ടതിനെ തുടർന്ന് 1792 മാർച്ച് 18 മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ടിപ്പുവിൻ്റെ അധീനതയിലായിരുന്ന മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ
കമ്പനിക്ക് ലഭിച്ചു എന്ന കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് പാഠം? ദേശീയ പ്രസ്ഥാനവും കേരളവും. ഞാനത് കമൻറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? പഴശ്ശിരാജയൊക്കെ അതിൽ പരാമർശിക്കുന്നുണ്ട്. കുളച്ചൽ യുദ്ധമുണ്ട്. ഓക്കെ അല്ലേ? എടച്ചേന കുങ്കനും തലക്കൽ ചന്തുവും കേരളവർമ്മ പഴശ്ശിരാജ പുരളിമല. ഇനി പഴശ്ശി സമരങ്ങൾ എന്ന കൃതി ആരുടേതാണ്? പഴശ്ശി സമരങ്ങൾ KN കുറുപ്പ്. കേരള സിംഹം എന്ന കൃതി സർദാർ KM പണിക്കർ. പുള്ളിമാനും പഴശ്ശിയുമായിട്ട് ചോദിച്ചാൽ പറയണം P കുഞ്ഞിരാമൻ നായർ. പുള്ളിമാനും പഴശ്ശിയും. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് 42ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വൈക്കം സത്യാഗ്രഹം അല്ലേ? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേളപ്പൻ വൈക്കത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നടത്തിയത് ആര് മക്കളെ? സവർണ ജാഥ മന്നത്ത് പത്മനാഭനാണ് അല്ലേ? സവർണ ജാഥ നടത്തിയത് ആരാണ്? നമ്മുടെ മന്നത്ത് പത്മനാഭനാണ്. അപ്പം ഇതിടാ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരടാ? ക്ഷേത്രപ്രവേശന വിളംബരം ഏതാണ്? വൈക്കം സത്യാഗ്രഹം 1924 ക്ഷേത്രപ്രവേശന വിളംബരം 1936 കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ ഗാന്ധിജിയാണ്. ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ അല്ലേ? 1947-48 കാലഘട്ടത്തിലാണ് പാലിയം സത്യാഗ്രഹം നടന്നത്. അതും ശരിയായ പ്രസ്താവനയാണ്. ഇതേതൊക്കെ പാഠഭാഗത്ത് നിന്നാണ്? നമ്മുടെ ദേശീയ പ്രസ്ഥാനം കേരളം എന്ന പാഠഭാഗത്ത് പരാമർശിക്കുന്നുണ്ട്. കുണ്ടറ വിളംബരം നടത്തിയത് പുറപ്പെടുവിച്ചാരാണ്? യെസ്, നമ്മുടെ വേലുത്തമ്പി ദളവയാണ് അല്ലേ? ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം മാർത്താണ്ഡൻ വേലുത്തമ്പി ദളവയാണ്. അപ്പോൾ ഇവിടെ 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. 2ഉം 3ഉം. ഓക്കെ അല്ലേ? ഇനി സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര് ചോദിച്ചാൽ പറയണം? ആരാണ് മക്കളെ? യെസ്, അമർത്യാസെൻ. ആരാണ്? അമർത്യാസെൻ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അമർത്യാസനാണ്. PSC ചോദ്യമാണ് അമർത്യാസെൻ നോബൽ സമ്മാനം ലഭിച്ച വർഷം. അമർത്യാസന് നോബൽ സമ്മാനം ലഭിച്ച വർഷം എന്ന 1998. അമർത്യാസന് സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് 1998. ഓക്കെ അല്ലേ? യെസ്. ഇനി 44ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? 44ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചേരുംപടി ചേർക്കുക. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരാണ് മക്കളെ? പൊയ്കേൽ യോഹന്നാൻ. 1C വരുന്നത് ഏതാണ്? 1C ബിയും ഇതല്ലേ? ഇത് 2 പേര് നമുക്ക് നോക്കാം. ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദൻ. 2D വരുന്നത് ഇതല്ലേ? ഓപ്ഷൻ ബി ആണ്. അരയ സമാജം സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. നമുക്കറിയാം. യോഗക്ഷേമ സഭ ആരാണ് മക്കളെ? VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ചോദിച്ചാൽ പറയാം? 2025 എഴുത്ത് പുരസ്കാരം KG ശങ്കരപ്പിള്ള. കേരള 2025 എഴുത്ത് പുരസ്കാരം KG ശങ്കരപ്പിള്ള. 46ാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ചോദിച്ചാൽ പറയണം മക്കളെ? ആരാണ്? AP അനിൽകുമാർ. ഇപ്പോഴത്തെ കേരള റവന്യൂ വകുപ്പ് AP അനിൽകുമാർ. മഹാത്മാഗാന്ധി സർവകലാശാല അടുത്ത കാലത്ത് D.Litt ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം ചോദിച്ചാൽ പറയണം? നമ്മുടെ മമ്മൂട്ടിയാണ്. എന്നാണ് മഹാത്മാഗാന്ധി സർവകലാശാല അടുത്ത കാലത്ത് D.Litt ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം മമ്മൂട്ടിയാണ്. ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വം നടപ്പിലാക്കിയ നൂതന പരിപാടിയാണ് ഓപ്പറേഷൻ തൂഫാൻ അല്ലേ? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെന്റിൽ പാസ്സാക്കിയത് 2000. നമുക്കറിയാം 2000-ലാണെന്നറിയാം. അതുകൊണ്ട് 2000 വരുന്ന ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. 2000 ഒക്ടോബർ 17. സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ പറയണം? സന്തോഷ് ട്രോഫി ഫുട്ബോൾ ആണ്. നമുക്കറിയാം. ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം ചോദിച്ചാൽ പറയണം മക്കളെ? ഏതാടാ? നമ്മുടെ വിയ്യപുരം. ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പറയണം? യെസ്, വിയ്യപുരമാണ്. ISROയുടെ പുതിയ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ പറയണം? ഡോക്ടർ V നാരായണനാണെന്ന കാര്യം നമുക്കറിയാം. ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേടാ? സിമ്പിളാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ധമനിയുടെ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു. ശരിയായ പ്രസ്താവനയല്ലേ? ധമനി ശുദ്ധരക്തം വഹിക്കുന്നതാണ് ധമനികൾ. അശുദ്ധ രക്തം വഹിക്കുന്നതാണ് സിരകൾ. നമുക്കറിയാം. അപ്പം നമ്മുടെ ഹൃദയത്തിൽ നിന്നും ശുദ്ധമായ രക്തം വഹിക്കുന്നവരാണ് ധമനിയാണ്. ഇനി ഇലാസ്റ്റികതയും കട്ടിയുള്ളതുമായ ഭിത്തിയാണ് നമ്മുടെ ധമനിക്കുള്ളത്. കാരണം എന്താണ്? അത്രയും ഹൃദയത്തിൽ നിന്നും അത്രയും പ്രഷറോട് കൂടിയ രക്തം വഹിക്കുന്ന ധമനികളിൽ, അത്രയും പ്രഷറോട് ധമനികളിൽ തീർച്ചയായിട്ടും ഇലാസ്റ്റികതയും കട്ടിയുള്ള ഭിത്തികളാണ്. അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ശരിയായ പ്രസ്താവനയല്ലേ? നമ്മുടെ ഹൃദയം അത്രയും പ്രഷറിലടാ
പമ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ധമനികളിലൂടെ ഒഴുകുന്നത്. ഉള്ളിൽ വാൾവുകൾ കാണപ്പെടുന്നു, അതാണ് തെറ്റായ പ്രസ്താവന. ഇവിടെ ധമനിയാണ് ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്നത്. ഇലാസ്റ്റികതയും കട്ടിയുള്ളതുമായ ഭിത്തിയാണ് ധമനിക്കുള്ളത്. ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ധമനികളിലൂടെ ഒഴുകുന്നത്. ഓക്കെ അല്ലേ? ഇനി റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ ഏത് രോഗത്തിന്റെ അഭാവം മൂലം ഉണ്ടാകും ചോദിച്ചാൽ പറയണം വൈറ്റമിൻ ടി ആണ്. എന്നാണ് നമ്മുടെ അപര്യാപ്ത രോഗങ്ങളും വിറ്റാമിനുകളും അപര്യാപ്ത രോഗങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ കൊടുത്തിരിക്കുന്ന സങ്കരയിനം നെല്ലിന്റെ സങ്കരയിനം അല്ലാത്തത് ഏത് ചോദിച്ചാൽ പറയണം ഗിരിജ. എന്താണ് ഗിരിജ? അപ്പം ചോദിക്കും ഗിരിജ എന്തിൻ്റെ സങ്കരീനം ചോദിച്ചാൽ പറയണം കോളിഫ്ലവറിൻ്റെ സങ്കരീനമാണ് ഗിരിജ. 56ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്തത് ഓപ്ഷൻ എ തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. ഓക്കെ അല്ലേ? ഇനി DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് 1962 റേച്ചൽ കഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ്. PS ചോദിച്ച ചോദ്യമാണ്. സൈലന്റ് സ്പ്രിംഗ് ആരുടെ പുസ്തകമാണ്? റേച്ചൽ കഴ്സൺ. അതും PS ചോദിച്ചു സൈലന്റ് സ്പ്രിംഗ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് അടുത്താണ് റേച്ചൽ കഴ്സൺ. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യൻ തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ ഖാദർ വാലിയാണ്. ഖാദർ വാലി എന്താണ് തിനകളുടെ പിതാവ്? തിനകളുടെ പിതാവ്. ഇതും SCRT ഭാഗമാണ്. SCRT. ഖാദർ വാലി. കൊക്കൈൻ ആസക്തി ചികിത്സയ്ക്കുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ചോദിച്ചാൽ പറയണം ഇന്ത്യയാണ്. കൊക്കൈൻ ആസക്തി ചികിത്സയ്ക്കുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഇന്ത്യയാണ്. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ അടങ്ങി കാണുന്ന കണങ്ങൾ ചോദിച്ചാൽ പറയണം മക്കളെ പ്രോട്ടോണും ന്യൂട്രോണുമാണ്. പ്രകാശ വേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ചോദിച്ചാൽ പറയണം നമ്മുടേതാണ് ശൂന്യതയിലാണ്. നമുക്കറിയാം. കൂട്ടത്തിൽപ്പെടാത്തത് ഏത് ചോദിച്ചാൽ പറയണം സ്ഥാനാന്തരമാണ് അല്ലേ? സ്ഥാനാന്തര സദിശ അളവാണ്, അതുകൊണ്ടാണ് കൂട്ടത്തിൽ പെടാത്തത്. അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. ക്രയോലൈറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബോക്സൈറ്റും ക്രയോലൈറ്റും അലുമിനിയത്തിൻ്റെ അയിരാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ചോദിച്ചാൽ പറയണം എ ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ഹൈഡ്രജനെ ഗാർഹിക ഉപയോഗത്തിന് ഉപയോഗിക്കാറുള്ളത്. അത് PS ചോദ്യമാണ്. എന്തുകൊണ്ട് ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നില്ല ചോദിച്ചാൽ പറയണം ഉയർന്ന കലോറിക മൂല്യം, അതുകൊണ്ട് സ്ഫോടന സാധ്യത കൂടുതലായതുകൊണ്ടാണ് നമ്മുടെ ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ കാരണം. ഇന്ത്യയുടെ ആദ്യത്തെ സൂര്യ പഠന ദൗത്യം ചോദിച്ചാൽ പറയണം ആദിത്യ L1. നമ്മൾ പഠിച്ചു അല്ലേ 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 വിക്ഷേപിച്ചത്. അപ്പം ഇന്ത്യയുടെ ആദ്യത്തെ സൂര്യ പഠന ദൗത്യമാണ് ആദിത്യ L1. ഇനി ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസിയുടെ സംയുക്ത ദൗത്യമാണ് നിസാർ എന്ന് ചോദിച്ചാൽ പറയണം SCRT ആണ്. ഇത് ചോദിച്ചാൽ പറയണം നാസ ISR. SCRT അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലേ? നാസ ISRയുടെ സംയുക്ത ദൗത്യമാണ് നിസാർ എന്നത്. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് താഴെ പറയുന്നതിൽ ഏതാണ്? ഡെങ്കിപ്പനി പരത്തുന്നത് കൊതുകാണ്, നമുക്കറിയാം. ഇതൊക്കെ SCRT ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. സിക്ക വൈറസ് പരത്തുന്ന കൊതുക് ഏത് ചോദിച്ചാൽ പറയണം EDS ആണ്. EDS 68A. ഇതൊക്കെ SCRT ആണ്. സിക്ക വൈറസ് ആണ്. മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? യെസ്കുൽ എന്നാണ്. അനോഫിലസ് പെൺകൊതുകുകളാണ്. ഓപ്ഷൻ ബി 69 അനോഫിലസ് പെൺകൊതുകുകളാണ് നമ്മുടെ മലേറിയ പരത്തുന്നത്. അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗം ഏതാണ് ചോദിച്ചാൽ പറയണം ചിക്കൻ പോക്സ് ആണല്ലേ? ചിക്കൻ പോക്സ്. കൊഴുപ്പടിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗം ചോദിച്ചാൽ പക്ഷാഘാതം, കൊഴുപ്പടിഞ്ഞുകൂടി ഉണ്ടാകും, ഫാറ്റി ലിവർ, ഹൃദ്രോഗം എന്നിവയൊക്കെ എന്താകും നമ്മുടെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങളാണ്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരിക. ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ജീവിതശൈലി കാരണം ഏതാണ്? പതിവായ ഉപ്പിൻ്റെ ഉപയോഗം അല്ലേ? ഉപ്പിൻ്റെ ഉപയോഗം ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകും. ഓപ്ഷൻ ഇതൊക്കെ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് കിട്ടുന്നതാണല്ലേ? പഠിക്കൊന്നും വേണ്ട. ഒരു പഠിക്കാതെ ഒരു അത്യാവശ്യം ഒരു അറിവിലൊരാൾക്ക് ഇതൊക്കെ കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. 73 സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദ കേന്ദ്രങ്ങളാക്കാൻ ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി എത്രയോ തവണ PS ചോദിച്ചു? ആർദ്രം മിഷൻ. 73 ഓപ്ഷൻ ബി ആർദ്രം മിഷൻ. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ചോദിച്ചാൽ പറയണം ഓപ്ഷൻ എ മൃത സഞ്ജീവനിയാണ് അല്ലേ?
ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതിയാണ് അനുയാത്ര. 75A അനുയാത്ര. അടിസ്ഥാന ശുചിത്വ ശീലങ്ങൾ ഉൾപ്പെടാത്തത് ഏത് ചോദിച്ചാൽ പറയണം? അമിതമായ ഉപ്പ് കഴിക്കുക. 2025 ഒക്ടോബറിൽ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിന്റെ പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഈ ഡ്രൈവിൽ 5 വയസ്സ് താഴെയുള്ള എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? ഇത് ഏറ്റവും കുറച്ചൊരു ടഫായിട്ടുള്ള ഈ ഒരു 3 ചോദ്യങ്ങളാണ്. എത്രയാണ്? 77. ഓപ്ഷൻ സി 21 ലക്ഷം. 2025 ഒക്ടോബർ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്ത എംപോക്സ് ക്ലേഡ് 1 എന്താണ് സ്ട്രെയിനിൻ്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ് ചോദിച്ചാൽ പറയണം? ഏതാടാ മക്കളെ? 78. ഓപ്ഷൻ ബി UAE. ഓക്കെ അല്ലേ? 79 ഏതാടാ? നമ്മുടെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായതാണ് നെഗ്ലേറിയ ഫൗലിയ. നമുക്ക് കിട്ടും കേട്ടോ. ഈ 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ കേരള സർക്കാർ നിയോഗിച്ചു. ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം താഴെ ഏത് മരുന്നാണ് സംസ്ഥാനം നിരോധിച്ചത്? കഴിഞ്ഞ എന്നാണ് എനിക്ക് തോന്നുന്നു എക്സൈസ് ആണോ അല്ലെങ്കിൽ നമ്മുടെ പ്രിസൺ ഓഫീസറാണോ എന്നറിയില്ല. അതൊരു ചോദ്യമായിരുന്നു. ഇത് ഓപ്ഷൻ ബി ആണ്. എന്താണ്? റെസ്പിഫ്രൈഡ് TR മരുന്ന് 80. ഓപ്ഷൻ ബി എന്താണ്? റെസ്പിഫ്രൈഡ് TR മരുന്ന്. ഇനി 81 ഞാൻ എന്താണ് കണക്ക് വായിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഉത്തരം പറയാം. ഓപ്ഷൻ ബി ആണ്. 82 ഓപ്ഷൻ ഡി. 83 ഓപ്ഷൻ സി. 84 ഓപ്ഷൻ ബി വരിക. 85 ഏതാടാ? 85 ഓപ്ഷൻ എ. 86 ഓപ്ഷൻ എ. 87 ഓപ്ഷൻ ഡി. 88 ഓപ്ഷൻ എ. ഇനി 89 വരിക. ഏതാണ്? 89 ഓപ്ഷൻ ബി. 90 ഓപ്ഷൻ ഡി. 90 ഓപ്ഷൻ ഡി. 91 ഓപ്ഷൻ ബി. 92 ഏതാ വരിക? 92 ഓപ്ഷൻ എ. 93 ഓപ്ഷൻ ബി. 94 ഓപ്ഷൻ സി. 95 ഓപ്ഷൻ ഡി. 96 ഓപ്ഷൻ എ. 97 ഓപ്ഷൻ സി. 98 ഓപ്ഷൻ ഡി. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മാത്സിൽ വന്നിട്ടുള്ളത് 99 ഓപ്ഷൻ ബി. 100 ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ഉത്തരങ്ങളാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത്. അപ്പോൾ നമ്മളെല്ലാം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ. സി യു.